അസ്സലാമു അലൈക്കും. 4-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 4-ാം പാഠം ഹും നല്ലഫു അൽ ബൈത്ത എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ പാഠങ്ങളും ചിത്രകഥകളായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. പാഠത്തിലേക്ക് കടക്കും മുമ്പ് നമ്മൾ മനോഹരമായൊരു ചിത്രം കാണുന്നു. എന്താണ് ചിത്രത്തിലുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, വാലിദത്ത്, അതായത് ഉമ്മുൻ. ഇത് വാലിദത്താണ്, ഉമ്മയാണ്. ഇത് വാലിദാണ്, അതായത് പിതാവ്, അബുൻ. ഈ 3 പേരും ഇവരുടെ മക്കളാണ്. മക്കൾ എന്നതിന് അബിനാഉൻ, ഇബിനു എന്ന് പറഞ്ഞാല് ഒരു മകന്, അബിനാഉൻ മക്കൾ. പിന്നെ ഇവിടെ ഒരു ദെല്ലുണ്ട് അല്ലെ, പിന്നെ ഒരു തോവിലത്തുണ്ട് ഇയാളെ കയ്യില്. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത് നോക്കാം. ഉമ്മ വീട് വൃത്തിയാക്കുന്നു, വാലിദത്ത് വീട് വൃത്തിയാക്കുന്നു. വാലിദോ, വാലിദ് സൂക്കിൽ നിന്ന് വരികയാണ്, അങ്ങാടിയിൽ നിന്ന് വരികയാണ്. എന്താണ് വാലിദിന്റെ കൈകളിലുള്ളത്? ഖളറവാത്ത് ഉണ്ട്, ഖളറവാത്ത് പച്ചക്കറികൾ. അതുപോലെ അറുസ്, അരി. അതുപോലെ മൂത്ത സഹോദരൻ വീട്ടിലെ ഉപകരണങ്ങൾ, മേശയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, എല്ലാരും കൂടി വീടിന്റെ പരിസരവും ക്ലീൻ ചെയ്യാണ്. അപ്പൊ പല ആളുകൾക്കും പല ഡ്യൂട്ടിയാണ് ഉള്ളത് അല്ലെ. ഒരാള് വീട്ടിലെ ഉപകരണങ്ങൾ വൃത്തിയാക്കുന്നു, വാലിദത്ത് വീട്ടിലെ വീട് വൃത്തിയാക്കുന്നു. അതുപോലെ ചെറിയ സഹോദരന്മാർ അല്ലെ, അഹുൻ എന്ന് പറഞ്ഞാല് സഹോദരൻ, ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ അല്ലെ. അഹ്വാനി 2 സഹോദരന്മാർ. ഇവിടെയുള്ള അഹ്വാനികൾ കണ്ടോ, അഹ്വാനി 2 സഹോദരന്മാരോ അവര് വീടിന്റെ മുറ്റം, അതിന്റെ പരിസരമാണ് വൃത്തിയാക്കുന്നത്. ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഫി യൗമി ഉത്ലത്തിൻ അസമ അള്ളാഉൽ നുസ്രതി അൻ യുനദ്ദിഫു അൽ ബൈത വഹൗലഹു. ഫി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചില്ലേ, ഇൽ എന്നുള്ള അർത്ഥമായിരിക്കും. യോമ് എന്നുള്ളത് ദിവസം, നമ്മൾ 3-ാം പാഠത്തിലും പഠിച്ചു. അപ്പോ ഫി യോമി ഉത്ലത്തിൻ, അവധി ദിവസത്തിൽ. ഉത്ലത്ത് എന്ന് പറഞ്ഞാൽ അവധി, അവധി ദിവസത്തിൽ. അസമ തീരുമാനിച്ചു, അള്ളാഉൽ നുസ്രത്തി കുടുംബാംഗങ്ങൾ, വീട്ടിലെ ആളുകൾ അവരെ തീരുമാനിച്ചു എന്ത്? അയ്യുനദ്ദിഫു വൃത്തിയാക്കാൻ, അൽ ബൈത്ത വീടിനെ, വഹൗലഹു വീടിന്റെ ചുറ്റുഭാഗവും വീടിന്റെ പരിസരവും. ഫി യൗമി ഉത്ലത്തിൻ അസമ അള്ളാഉൽ നുസ്രതി അൻ യുനദ്ദിഫുൽ ബൈത വഹൗലഹു. ഒരു അവധി ദിവസം കുടുംബാംഗങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബദഉ അവർ തുടങ്ങി, അത്തൻളീഫ അവരങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലെ ഓരോ ആളുകൾക്കും ഓരോ ഡ്യൂട്ടിയാണ് ഉള്ളത്. മൂത്ത സഹോദരന് കിട്ടിയത് എന്താ? വീട്ടിലെ ഉപകരണങ്ങൾ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്, വൃത്തിയാക്കാന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അങ്ങനെ ഫഗസല, അങ്ങനെ ഗസലൽ അഹു അഹുൽ കബീർ വലിയ സഹോദരൻ കഴുകി, അസാസൽ ബൈത്തി വീട്ടുപകരണങ്ങൾ. അസാസൽ ബൈത്ത് പറഞ്ഞാല് വീട്ടുപകരണങ്ങൾ. വൽ അഹവാനി 2 സഹോദരന്മാർ. അഹു എന്ന് പറഞ്ഞാല് ഒരു സഹോദരൻ, അഹവാനി 2 സഹോദരന്മാർ. ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ കുറേ സഹോദരന്മാർ. ഇവിടെ അഹ്വാനി എന്നാണ് അല്ലെ. വൽ അഹ്വാനി സ്വഗീറാനി 2 ചെറിയ സഹോദരന്മാർ. ഹുമ അവ 2 പേരും കനസാ ഫിനാ അൽ ബൈത്തി വീടിന്റെ മുറ്റം അടിച്ചു വാരി അല്ലെ. മൂത്ത സഹോദരൻ അസാസുൽ ബൈത്ത് വീട്ടിലെ ഉപകരണങ്ങളാണ് വൃത്തിയാക്കിയത്. എന്നാൽ ചെറിയ 2 സഹോദരന്മാരോ ഫിനാ അൽ ബൈത്ത് വീടിന്റെ മുറ്റം, അത് അവരെന്ത് ചെയ്തു? അടിച്ചു വാരി. മാത്രമല്ല വനല്ലഫാഹു ആ മുറ്റ അവരെന്ത് ചെയ്തു? വൃത്തിയാക്കുകയും ചെയ്തു, അടിച്ചു വാരി വൃത്തിയാക്കി. വൽ ഉഖ്താനി 2 സഹോദരിമാർ അല്ലെ. സഹോദരിക്ക്, ഒരു സഹോദരിക്ക് ഉഖ്തുൻ. 2 സഹോദരിമാരാണെങ്കിൽ ഉഖ്താനി, ഒരുപാട് സഹോദരിമാരാണെങ്കിൽ അഖവാത്തുൻ അല്ലെ. ഇവിടെ 2 സഹോദരിമാരാ, അതുകൊണ്ടാണ് വൽ ഉഖ്താനി 2 സഹോദരിമാർ. ഹുമ അവ 2 പേരും കനസതാ അടിച്ചുവാരി. മാത്രമല്ല വസലതാ അവർ കഴുകി,
ഉറഫൽ ബൈത്തി വീട്ടിന്റെ റൂമുകൾ അല്ലെ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അൽ അഹുൽ കബീറു വലിയ സഹോദരൻ എന്തായിരുന്നു? അസാസുൽ ബൈത്തി വീട്ടുപകരണങ്ങളാണ് വൃത്തിയാക്കിയത്. പിന്നെയോ അൽ അഹവാനി അസ്സഗീറാനി ചെറിയ രണ്ട് സഹോദരന്മാർ അവര് ഫിനാ ഉൽ ബൈത്തി വീടിന്റെ മുറ്റമാണ് ക്ലീൻ ചെയ്തത്. ഇനി വൽ ഉഖ്താനി രണ്ട് സഹോദരിമാർ അവരോ ഉറഫൽ ബൈത്തി വീട്ടിലെ റൂമുകളാണ് അവര് ക്ലീൻ ചെയ്തത്. റഹബൽ വാലിദു പിതാവ് പോയി ഇല സൂഖി അങ്ങാടിയിലേക്ക് അല്ലെ. ഇല എന്നുള്ളത് ജെറിന്റെ ഹർഫാണ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ, ലേക്ക് എന്നുള്ളൊരു അർത്ഥമായിരിക്കും ഉണ്ടാവുക അല്ലെ. അങ്ങാടിയിലേക്ക് പിതാവ് പോയി. എന്നിട്ടോ വജാഅ ബിൽ അറുസി വൽ ഖളറവാത്തി അരിയും പച്ചക്കറികൾ കൊണ്ടും വന്നു അല്ലെ. ഖളറാഉ എന്ന് പറഞ്ഞാല് ഒരു പച്ചക്കറി, ഖളറവാത്ത് എന്ന് പറഞ്ഞാലോ പച്ചക്കറികൾ. വസനഅത്തിൽ വാലിദത്തു അത്വാമ. എന്താ ത്വാമ എന്ന് പറഞ്ഞാല് ഭക്ഷണം, വാലിദത്ത് എന്ന് പറഞ്ഞാലോ ഉമ്മ, ഉമ്മുൻ അല്ലെ. സ്വനഅത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്ന. അപ്പോ വസനഅത്തിൽ വാലിദത്തു അത്വാമ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ അവര് വീടും വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കി അല്ലെ. വൃത്തിയാക്കിയതിന് ശേഷം ബഅദ എന്ന് പറഞ്ഞ ശേഷം എന്നാ. വൃത്തിയാക്കിയതിന് ശേഷം തവല്ലഉ അവരെല്ലാവരും വുളൂ ചെയ്തു. വസല്ലൗ അവർ നിസ്കരിച്ചു. സ്വലാത്തുൽ ളുഹ്രി ളുഹ്ർ നിസ്കരിച്ചു. ഉച്ച സമയത്താണ് അവര് വീട് ക്ലീൻ ചെയ്തത് അല്ലെ. അപ്പൊ ബാങ്ക് കൊടുത്തു, അവരെന്ത് ചെയ്തു? വുളൂ ഒക്കെ ഉണ്ടാക്കി ളുഹ്ർ നിസ്കരിച്ചു. സുമ്മ പിന്നീട് ജലസു അവർ ഇരുന്നു. വതനാവലു എന്നിട്ടോ അവർ കഴിച്ചു അത്വാമ ഭക്ഷണം. ത്വാമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. വതനാവലു ത്വാമ എന്നിട്ട് അവര് ഭക്ഷണം കഴിച്ചു. വബഅദൽ അകിലി കഴിച്ചതിന് ശേഷം, അതായത് അവര് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, ഭക്ഷണം കഴിച്ചതിന് ശേഷം റഹബത്തിൽ വാലിദത്തു ഉമ്മ പോയി, വൽ ഉഖ്താനി രണ്ട് സഹോദരിമാരും പോയി, ഇലൽ മത്ബഖി അടുക്കളയിലേക്ക് അല്ലെ. ഇല എന്ന് വന്നിട്ടുണ്ട്. ഇല എന്ന് പറഞ്ഞാല് ലേക്ക് എന്നുള്ള അർത്ഥമായിരിക്കും അല്ലെ. ഇലൽ മത്ബഖി അങ്ങനെ ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമ്മയും രണ്ട് സഹോദരിമാരും എവിടേക്ക് പോയി? ഇലൽ മത്ബഖി അടുക്കളയിലേക്ക്. എന്നിട്ടോ വഗസൽന അവർ കഴുകി, അൽ അവാനിയ പാത്രങ്ങളെ അവർ കഴുകി. ഹയ്യ നഖറഉ നമുക്ക് വായിക്കാം. അതായത് നമ്മുടെ പാഠത്തില് കുറെ ചുവന്ന പദങ്ങൾ കണ്ടല്ലോ. എന്താണ് ആ പദങ്ങളുടെ അർത്ഥം, എന്താണ് അതിന്റെ ഉപയോഗം, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് പഠിക്കാം. നമ്മുടെ പുസ്തകത്തിലുള്ള ചുവന്ന പദങ്ങൾ എന്താണ് അവയുടെ പ്രത്യേകത? ആ പദങ്ങളൊന്നും എന്തല്ല, ഒരു വസ്തുവിന്റെ പേരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേരോ ആളുകളുടെ പേരുകളോ ഒന്നുമല്ല. ഓരോ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ അസമ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അവരിപ്പോഴും തീരുമാനിക്കുകയാണോ? അല്ല, അവർ ഏതോ കാലത്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ. അല്ലെങ്കിൽ ഇന്നലെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള സമയം, അതിനു മുമ്പായിട്ട് അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയല്ല. രണ്ടാമത്തെ കനസാവ രണ്ടുപേര് അടിച്ചു വാരി. ഇപ്പൊ അടിച്ചു വാരാണോ? അല്ല. ഇപ്പൊ അടിച്ചു വാരണമെങ്കിൽ എന്താ പറയാ? അടിച്ചു വാരുന്നു എന്നല്ല പറയാ. ഇനി നാളെയാണ് അടിച്ചു വാരുന്നെങ്കിലോ അടിച്ചു വാരും എന്നല്ല പറയാ. അപ്പൊ അടിച്ചു വാരി എന്ന് പറഞ്ഞാല് അത് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ ചെയ്യുന്നല്ല, ഏതോ കാലത്ത് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. ജലസു അവർ ഇരുന്നു. ഇപ്പോൾ ഇരിക്കുകയാണോ? ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ എന്താ പറയാ? ഇരിക്കുന്നു എന്നാ പറയാ. ഇപ്പോഴും അവർ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നു എന്നാ പറയാ. അപ്പൊ ഇരുന്നു എന്ന് പറഞ്ഞാലോ അവരേതോ കാലത്ത് ഇരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ഇരുന്ന് പോയതാണ് അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾക്കാണ് ഇവിടെ ചുവന്ന നിറത്തിൽ പദങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അങ്ങനെയുള്ള പദങ്ങൾക്കാണ് എന്ത് പറയുന്നറിയോ? മാളി എന്ന് പറയാം. കഴിഞ്ഞ പാഠത്തിൽ മുളാരി പഠിച്ചു. എന്താ മുളാരി എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ചെയ്യാൻ പോകുന്ന കാര്യം. ഇപ്പൊ തീരുമാനിക്കുന്നു എന്നുള്ളത് എന്താ? ഇപ്പൊ ഒരാള് തീരുമാനിക്കുകയാണെങ്കിൽ എന്താ പറയാ? തീരുമാനിക്കുന്നു.
അത് മുളാരിയാണ്. അതുപോലെ നാളെയാണ് തീരുമാനിക്കുന്നതെങ്കിലോ തീരുമാനിക്കും, തീരുമാനിക്കുന്നു, തീരുമാനിക്കും. ഈ രണ്ടിനാണ് എന്ത് പറയാ മുളാരി എന്ന് പറയാ. അറബിയില് തീരുമാനിക്കുന്നു, തീരുമാനിക്കും എന്നതിന് മുളാരിയാണെന്ന് പറയാം. എന്നാൽ തീരുമാനിച്ചു എന്നതിന് മാളി എന്നാണ് പറയാ. മാളിയായ ഒരുപാട് ഫെയിലുകൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ഇനിയും പഠിക്കും. അടുത്തത് ഗസല, അവൻ കഴുകി. അവൻ ഇപ്പൊ കഴുകാണോ? അല്ല, അവൻ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് കനസത, അവർ രണ്ടുപേർ അടിച്ചുവാരി. ഇപ്പോഴും അടിച്ചുവാരാണോ? അല്ല, അടിച്ചുവാരി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബദഉ, അവർ തുടങ്ങി. അടുത്തത് ജാ, അവൻ വന്നു. വരുന്നു എന്നല്ലട്ടോ, വന്നു. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഗസലത, അവർ രണ്ടുപേർ കഴുകി. അടുത്തത് തവല്ലഉ, അവർ വുളു ചെയ്തു. ഇപ്പൊ വുളു ചെയ്യാണോ? അല്ല. നാളെയാണോ വുളു ചെയ്യുന്നത്? അല്ല, അവര് വുളു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്വനഅത്, അവൾ ഉണ്ടാക്കി. അടുത്തത് നളഫ, അവർ രണ്ടുപേർ വൃത്തിയാക്കി. ഇപ്പൊ വൃത്തിയാക്കണം? അല്ല. ഇപ്പൊ വൃത്തിയാക്കുകയാണെങ്കിൽ എന്താ പറയാ? അവർ വൃത്തിയാക്കുന്നു എന്നല്ല പറയാ. വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ? അവരേതോ കാലത്ത് വൃത്തിയാക്കിയതാണ്, അല്ലെങ്കിൽ ഇന്നലെ വൃത്തിയാക്കിയതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്തത് ദഹബിന, അവർ പോയി. അടുത്തത് ജാ, അവൻ വന്നു. സൊല്ലൗ, അവർ നിസ്കരിച്ചു. ഗസൽന, അവർ കഴുകി. ഇങ്ങനെ 15 പദങ്ങളാണ് അവിടെ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് പ്രത്യേകത? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ആരുടെയും പേരുകളല്ല, ഒരു വസ്തുവിന്റെ പേരുകളല്ല, ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരുകളോ ഒന്നുമല്ല, പേരുകളേ അല്ല, മറിച്ച് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ല്ലേ? ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കാലത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്തോ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനാണ് എന്താ പറയാ? മാളി എന്ന് പറയുക. നുകമ്മിലു കമാഫിൽ മിസാലി, ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് പൂരിപ്പിക്കാം. അസമ, അവൻ തീരുമാനിച്ചു. ല്ലേ? മുഹമ്മദ് തീരുമാനിച്ചു എന്നെങ്ങനെ പറയാ? അസമ മുഹമ്മദുൻ, മുഹമ്മദ് തീരുമാനിച്ചു. ജുനൈസ് തീരുമാനിച്ചു എന്നുള്ളതോ അസമ ജുനൈസുൻ, ജുനൈസ് തീരുമാനിച്ചു. ഇനി തീരുമാനിച്ചത് ഫാത്തിമയാണെങ്കിലോ എങ്ങനെ പറയാം? അല്ലെങ്കിൽ അവൾ തീരുമാനിച്ചു എന്ന് എങ്ങനെ പറയാം? അസമത്, അവൾ തീരുമാനിച്ചു. ഇവിടെ ഒരു താഇനെ ചേർക്കണം. അതായത് ആണായപ്പോ അസമ എന്നായിരുന്നു, പെണ്ണാണെങ്കിൽ ഒരു താഇനെ ചേർത്ത് കൊടുക്കുക, ഒരു സുക്കൂനുള്ള താഇനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അസമത്, അവൾ തീരുമാനിച്ചു. തീരുമാനിച്ചത് ഫാത്തിമയാണെങ്കിൽ എങ്ങനെ പറയും? അസമത്ത് ഫാത്തിമ. ല്ലേ? മുഹമ്മദ് ആണെങ്കിൽ അസമ മുഹമ്മദിന്, ഫാത്തിമയാണെങ്കിൽ അസമത്ത്, ഒരു തായ് ചേർത്ത് കൊടുക്കണം. ഇനി തീരുമാനിച്ചത് മുഹമ്മദ് മാത്രമല്ല, ആദിലും കൂടിയിട്ടാണ് തീരുമാനിച്ചത്. ല്ലേ? അപ്പൊ എങ്ങനെ പറയാ? അസമ മുഹമ്മദുൻ വആദിലുൻ അസമ. അസമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ തീരുമാനിച്ചു എന്നാ. രണ്ടാളുകൾ ഉണ്ടെങ്കിൽ എന്ത് വേണം? രണ്ട് പുരുഷന്മാരാണ് എന്ത് ചെയ്യണം? അസമ എന്നുള്ളത് അസമാ, ഒരു അലിഫിനെ ചേർത്ത് അസമാ എന്നാക്കണം. ഇനി തീരുമാനിച്ചത് രണ്ട് സ്ത്രീകളാണെങ്കിലോ അസമത, അവിടെ തായിന് ചേർക്കുക. അല്ലെ? ഒരു അലിഫിനും ചേർക്കുക. അസമത. തീരുമാനിച്ചത് ഫാത്തിമയും അതുപോലെ ഹബീബയും, ഇവ രണ്ടുപേരാണ് തീരുമാനിച്ചത്. എങ്ങനെ പറയാം? ഫാത്തിമ വ ഹബീബ അസമത. ല്ലേ? ഫാത്തിമയും ഹബീബയും തീരുമാനിച്ചു. ഇനി തീരുമാനിച്ചത് കുറെ ആളുകൾ ഉണ്ടെങ്കിലോ ഒക്കെ പുരുഷന്മാരാണ്. അസമു, അവർ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾ തീരുമാനിച്ചു എന്നെങ്ങനെ പറയാ? അത്തുല്ലാബു, വിദ്യാർത്ഥികൾ. അസമു, അവർ തീരുമാനിച്ചു. ഇനി തീരുമാനിച്ചത് കുറെ സ്ത്രീകളാണെങ്കിലോ അസംന. ല്ലേ? പെൺകുട്ടികൾ തീരുമാനിച്ചു എന്നെങ്ങനെ പറയാ? പെൺകുട്ടികൾക്ക് എന്താ പറയാ? ബനാത്ത്. ല്ലേ? ബിന്ദു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ബനാത്ത് എന്ന് പറഞ്ഞ കുറെ പെൺകുട്ടികൾ. അൽ ബനാത്തു, പെൺകുട്ടികൾ. അസംന, അവർ തീരുമാനിച്ചു. ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയോ?
അസമ അസമ അസമു അസമത് അസമത അസംന അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഈ ക്രമത്തിലാണ് പഠിക്കേണ്ടത് കേട്ടോ. അസമ അസമ അസമു അസമത് അസമത അസംന. ദഹബ അവൻ പോയി. മുഹമ്മദ് പോയി എന്നെങ്ങനെ പറയാ? ദഹബ മുഹമ്മദുൻ. അല്ലെ, അംജദ് പോയി എന്നെങ്ങനെ പറയാ? ദഹബ അംജദുൻ. അവൻ പോയി. ദഹബ അവൻ പോയി. ഇനി പോയത് അവളാണെങ്കിലോ എന്താ കൊടുക്കണം? ഒരു തായിനെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ദഹബത്ത് അവൾ പോയി. ഫാത്തിമ പോയി എന്നെങ്ങനെ പറയാ? ദഹബത് ഫാത്തിമ ഫാത്തിമ പോയി. അല്ലെ, ഇനി രണ്ട് ആണുങ്ങളാണെങ്കിലോ ദഹബ എന്നാക്കണം. അല്ലെ, ഒരു അലിഫി ദഹബ എന്നതിന് എന്ത് ചെയ്യണം? രണ്ടാളുകൾ ഉണ്ടെങ്കിൽ ഒരു അലിഫിനെ കൂട്ടിയിട്ട് ദഹബ എന്നായിരിക്കണം. അവർ രണ്ട് പേർ പോയി. മുഹമ്മദും ജുനൈസും പോയി. എങ്ങനെ പറയാ? മുഹമ്മദും വ ജുനൈസുൻ ദഹബാ. അല്ലെ, അവർ രണ്ടുപേരും പോയി. ഇനി അവർ രണ്ടുപേർ എന്നുള്ളത് രണ്ടാളുകൾ സ്ത്രീകളാണെങ്കിലോ പെൺകുട്ടികളാണെങ്കിലോ ദഹബതാ എന്നാക്കണം. ആയിഷയും ഷാദിയയും പോയി. എങ്ങനെ പറയാ? ആയിഷ വ ഷാദിയ ദഹബതാ. അല്ലെ, ഇനി പോയത് കുറെ പുരുഷന്മാരാണ്, ഒക്കെ ആണുങ്ങളാണ്. അപ്പൊ അവർ പോയി എന്നെങ്ങനെ പറയാ? ദഹബു അവർ പോയി. അരിജാലു പുരുഷന്മാർ. അല്ലെ, റജുലു എന്ന് പറഞ്ഞാല് ഒരു പുരുഷൻ, റിജാൽ പറഞ്ഞ കുറെ പുരുഷന്മാർ. അരിജാലു ദഹബു പുരുഷന്മാർ പോയി. ഇനി പോയത് സ്ത്രീകളാണെങ്കിൽ എന്താക്കണം? ദഹബ എന്നുള്ളത് എന്താക്കണം? ദഹബിന. അന്നിസാ സ്ത്രീകൾ. നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾ. അന്നിസാ ദഹബിന സ്ത്രീകൾ പോയി. അതായത് ദഹബ അവൻ പോയി. ഇനി ആണുങ്ങൾ രണ്ടാളുകളുടെ എന്താണ്? ദഹബ എന്നുള്ളത് ദഹബ ഒരു അലിഫിനെ കൂട്ടിക്കാണ്ട് ദഹബ എന്നാക്കണം. കുറെ ആണുങ്ങൾ പോയി. അപ്പൊ എന്താ പറയാ? ദഹബ എന്നുള്ളത് എന്താക്കണം? ദഹബു അവർ പോയി. കുറെ ആളുകളുണ്ടെങ്കിൽ ദഹബു എന്ന് പറയണം. ഇനി പോയത് ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അപ്പൊ എന്താ പറയും? ദഹബത്. രണ്ട് സ്ത്രീകളാണ് പോയതെങ്കിലോ ദഹബത. കുറെ സ്ത്രീകൾ പോയി. എങ്ങനെ പറയും? അവർ പോയി എന്ന് പറയില്ലേ? ദഹബിന. അപ്പൊ ദഹബ ദഹബ ദഹബു ദഹബത് ദഹബത ദഹബിന. ജലസ അവൻ ഇരുന്നു. മുഹമ്മദ് ഇരുന്നു എന്ന് എങ്ങനെ പറയാ? ജലസ മുഹമ്മദുൻ. സുഹൈൽ ഇരുന്നു എന്ന് എങ്ങനെ പറയാ? ജലസ സുഹൈലുൻ. ഹാഷിം ഇരുന്നു. ജലസ ഹാഷിമുൻ. ഇനി ഇരുന്നത് സ്ത്രീകളാണെങ്കിലോ ജലസത്ത്. അല്ലെ, ജലസ ഇതിനെന്ത് വേണം? ഒരു സുക്കൂനുള്ള തായിനെ ചേർത്ത് ജലസത്ത് എന്നാക്കണം. സ്വാലിഹ ഇരുന്നു. എങ്ങനെ പറയാ? ജലസത്ത് സ്വാലിഹ. ആയിഷ ഇരുന്നു എങ്ങനെ പറയാ? ജലസത്ത് ആയിഷ. ഇനി ഇരുന്നത് രണ്ട് പുരുഷന്മാരാണ്. എങ്ങനെ പറയും? ജലസ മുഹമ്മദുൻ വ സുഹൈലുൻ ജലസ. ഇനി ഇരുന്നത് രണ്ട് സ്ത്രീകളാണെങ്കിലോ ജലസത ഹാദിയ വ ഷാദിയ ജലസത. ഇനി ഇരുന്നത് കുറെ പുരുഷന്മാരാണെങ്കിലോ ജലസു അവർ ഇരുന്നു. അല്ലെ, അത്തുല്ലാബു വിദ്യാർത്ഥികൾ ജലസു അവർ ഇരുന്നു. അല്ലെങ്കിൽ അരിജാലു പുരുഷന്മാർ ജലസു അവർ ഇരുന്നു. ഇതെന്താണ്? തുല്ലാബ് എന്ന് പറഞ്ഞാൽ കുറെ വിദ്യാർത്ഥികളുണ്ട്. റിജാല് എന്ന് പറഞ്ഞാൽ കുറെ പുരുഷന്മാരുണ്ട്. അപ്പൊ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇരിക്കണം എങ്ങനെ പറയാ? ജലസു അവർ ഇരുന്നു. ഇനി കുറെ ആളുകൾ അവരൊക്കെ സ്ത്രീകളാണെങ്കിലോ അവർ ഇരുന്നു എങ്ങനെ പറയാ? ജലസ്ന. അല്ലെ, അൽ ബനാത്തു പെൺകുട്ടികൾ ജലസ്ന അവർ ഇരുന്നു. അടുത്തത് കനസ അടിച്ചു വാരീന. അല്ലെ, ജുനൈസ് അടിച്ചു വാരി എങ്ങനെ പറയാ? കനസ ജുനൈസുൻ. തബ്ഷീർ അടിച്ചു വാരി എന്നുള്ളതോ കനസ തബ്ഷീറുൻ. റൈഹാൻ അടിച്ചു വാരി കനസ റൈഹാനുൻ. ഇനി അടിച്ചു വാരിയത് ഒരു പെൺകുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലോ കനസത്ത്. കനസ എന്നതിന് എന്ത് ചെയ്യണം? ഒരു സുക്കൂനുള്ള ഒരു താഇനല അവസാനം ചേർത്തിട്ട് കനസത്ത് എന്നാക്കണം. അല്ലെ, മിൻഹ അടിച്ചു വാരി എങ്ങനെ പറയാ? കനസത്ത് മിൻഹ. ഇനി അടിച്ചു വാരിയത് രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളാണെങ്കിലോ കനസ എന്താക്കണം? കനസ എന്താക്കണം? കണ്ടോ, അവിടെ ഒരു അലിഫിനെ കണ്ടോ? അതായത് ഇവിടെ കനസ എന്നല്ല, ഈ കനസ എന്താക്കണം? ഒരു അലിഫ് കൂട്ടിയിട്ട് കനസ. കാരണം രണ്ടാൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ രണ്ടാൾ അടിച്ചു വാരി എന്ത് ചെയ്യണം? ഒരു അലിഫിനെ കൂട്ടി കനസ എന്നാക്കണം.
ല്ലേ? അപ്പോ സുഹൈലും അംജദും അടിച്ചു വാരി എങ്ങനെ പറയാ? സുഹൈലുൻ വ അംജദുൻ കനസാ. ഇനി അടിച്ചു വാരിയത് രണ്ട് പെൺകുട്ടികളാണെങ്കിലോ കനസാ എന്നുള്ളതാക്കണം. പെണ്ണാണെങ്കിൽ ഒരു താ ചേർക്കണല്ലോ അല്ലെ? അപ്പൊ കനസത്താ. കണ്ടോ? കനസത്താ ല്ലേ? മിൻഹയും ജസയും അടിച്ചു വാരി എങ്ങനെ പറയാ? മിൻഹ വ ജസ കനസത്താ. ഇനി അടിച്ചു വാരിയത് കുറേ പുരുഷന്മാരാണ്, കുറേ ആൺകുട്ടികളാണ്. എങ്ങനെ പറയും? കനസു അവർ അടിച്ചു വാരി. അത്തുല്ലാബു വിദ്യാർത്ഥികൾ. കനസു അടിച്ചു വാരി, അവർ അടിച്ചു വാരി. അൽ അബിനാഉ ല്ലേ? മക്കൾ. കനസു അവർ അടിച്ചു വാരി. ഇനി അടിച്ചു വാരിയത് കുറേ സ്ത്രീകളാണെങ്കിലോ? കനസ്ന. അന്നിസാ അല്ലെങ്കിൽ അൽ ബനാത്തു പെൺകുട്ടികൾ. അൽ ബനാത്തു പെൺകുട്ടികൾ. കനസ്ന അവർ അടിച്ചുവാരി. തവല്ലഅ അവൻ വുളൂ ചെയ്തു. ഈ വുളൂ ചെയ്തത് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിലോ? തവല്ലഅത് അവൾ വുളൂ ചെയ്തു. തവല്ലഅ അവർ രണ്ടുപേർ വുളൂ ചെയ്തു. ഇനി രണ്ടുപേര് സ്ത്രീകളാണെങ്കിലോ? തവല്ലഅതാ എന്നാക്കണം. ഇനി കുറെ പുരുഷന്മാര്, കുറെ ആൺകുട്ടികൾ വുളൂ ചെയ്തു എങ്ങനെ പറയാ? തവല്ലഉ അവർ വുളൂ ചെയ്തു. ഇനി വുളൂ ചെയ്ത് കുറെ സ്ത്രീകളാണെങ്കിലോ? തവല്ലഇന. ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്നറിയോ? പഠിക്കേണ്ടത് തവല്ലഅ തവല്ലഅ തവല്ലഉ തവല്ലഅത് തവല്ലഅത തവല്ലഇന അങ്ങനെയാണ് പഠിക്കേണ്ടത്. നുകമ്മിലു ബിസ്സിഗത്തിൽ മുനാസിബതി മിനൽ മുറബ്ബഇ ബോക്സിൽ നിന്ന് യോജിച്ച രൂപം കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം. നമ്മുടെ പുസ്തകത്തില് കോളത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങളാണ് ഇത്. കതബ, ജലസ്ന, അകലു, ഖറഅ, ജാഉ, നസറത, ഫതഹത്, നളറത്. ഇവ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മനസ്സിലാക്കുക ചില കാര്യങ്ങൾ. ആദ്യം കതബ, ഇവിടെ ഒരു അലിഫ് ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? രണ്ടാളുകൾ എന്നുള്ള ഒരു അർത്ഥം അതിനുണ്ടാവും. കതബ അവൻ എഴുതി, കതബ അവർ രണ്ടുപേർ എഴുതി. അവിടെ താ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആരായിരിക്കും? പുരുഷനായിരിക്കും. ജലസ്ന ല്ലെ? ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത, ജലസ്ന ആറാമത്തതാണ്. അപ്പൊ മനസ്സിലായത് എന്താണ്? അത് കുറെ സ്ത്രീകളായിരിക്കും ല്ലെ? ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണല്ലോ. അപ്പൊ ജലസന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ ഇരുന്നു. അടുത്തത് അകലു, അകല, അകല, അകലു. മൂന്നാമത്തത് എന്താണ്? ഒരുപാട് പുരുഷന്മാർ എന്നായിരിക്കും ല്ലേ? അപ്പൊ എന്താണ്? അകല എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിച്ചു. അകലു എന്ന് പറഞ്ഞാൽ അവർ കുറെ ആളുകൾ ഭക്ഷിച്ചു. അടുത്തത് ഖറഅ അവൻ പാരായണം ചെയ്തു. ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ നീട്ടാനൊന്നുമില്ല, അലിഫില്ല, അതുപോലെ താഉ ഇല്ല. അതുകൊണ്ട് അതെന്താണ്? അത് ആണാണ്. അടുത്തത് ജാഉ അവർ വന്നു ല്ലെ? ജാഅ, ജാഅ, ജാഉ മൂന്നാമത്തത്. കുറെ ആണുങ്ങൾ വന്നു. അടുത്തത് നസറത അവിടെ താ ഉണ്ട്, അലിഫും ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അവിടെ രണ്ടാളുണ്ട്, മാത്രമല്ല അത് പെണ്ണാണ് എന്ന് മനസ്സിലാക്കുക. കാരണം താ ഉണ്ട്, അലിഫും ഉണ്ട് ല്ലേ? ഇവിടെ കണ്ടല്ലോ നസറത എന്നുള്ളത്. താ വന്നാ പെണ്ണാണ്, അലിഫ് ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാൾക്കാരുണ്ടല്ലോ ല്ലെ? അവർ രണ്ടുപേര് സഹായിച്ചു. ഫതഹത്ത് ഇവിടെയോ? ഇവിടെ ഒരു സുക്കൂനുള്ള താ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കണം ഇത് ഒരു പെണ്ണ് മാത്രമാണ്. രണ്ട് പെണ്ണുണ്ടെങ്കിൽ താ നീട്ടാണ്ടാവും ല്ലേ? അടുത്തത് നളറത്ത് ഇവിടെയും ഒരു പെണ്ണ് മാത്രമാണ്. നളറത്ത് ല്ലേ? ഇനി നോക്കാം. സാലിമുൻ ഡേഷ് അൽ ഖുർആന സാലിം ഖുർആനിനെ എന്താക്കി എന്ന് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരാൾ മാത്രമാണ്. എന്താക്കി? ഖറഅ പാരായണം ചെയ്തു. സാലിം ഖുർആൻ പാരായണം ചെയ്തു. അടുത്തത് അത്തോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അദ്ദർസ പാഠത്തെ എന്താക്കുന്നു മേലുണ്ട്. അപ്പൊ രണ്ട് വിദ്യാർത്ഥികളാണ്, രണ്ടും ആൺകുട്ടികളാണ് ല്ലെ? അപ്പൊ എന്ത് വേണം? അലിഫ് വേണം. അപ്പൊ ഏതൊക്കെയുണ്ട്? കതബ ല്ലെ? കതബ എന്ന ഫെയില് മാത്രമേ ഇവിടെ അങ്ങനെയുള്ളൂ. പിന്നെ നസ്രത്ത എന്നുള്ളത് പെണ്ണാണ് ല്ലെ? അപ്പൊ ഏതാ ശരി? അത്തോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, കതബ അവർ എഴുതി, അദ്ദർസ പാഠം.
അടുത്തത് അൽ അത്ഫാലു ഡേഷ് അൽ അസ്മാർ. കുട്ടികൾ, അത്ഫാൽ പറഞ്ഞ കുട്ടികൾ, അസ്മാർ എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സ്. നോക്കാം. കതബ എന്നുള്ളത് എന്താണ്? ഇത് രണ്ടാക്കുള്ളതാണ്. ഒരു അലിഫ് ഉണ്ട്, രണ്ടാക്കുള്ളതാണ് അല്ലെ, ആണുങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഇതല്ല. ഇവിടെ അത്ഫാൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ജലസ്ന എന്നുള്ളതോ അത് സ്ത്രീകൾക്കുള്ളതാണ്, അതുമല്ല. പിന്നെ ഖറഅ എന്നുള്ളത് ഒരാൾ മാത്രമാണ്. അപ്പൊ ഇവിടെ അത്ഫാൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഖറഅ എന്നുള്ളതും അല്ല. പിന്നെ നളറത്ത് എന്നതിന്റെയും ഫതഹത്ത് എന്നതിന് ഇവിടെ ഒരു താ കാണുന്നുണ്ട്, സുകൂനുള്ള താ. അപ്പൊ ഇത് എന്താണ്? അവൾ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുമല്ല. പിന്നെ നസറത്ത എന്നുള്ളതോ ഇവിടെ ഒരു അലിഫുണ്ട്, അപ്പൊ രണ്ടാളുകൾക്കുള്ളതാണ്. മാത്രമല്ല അത് താ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ളതാണ്. ഇനി ശരിയായ ഉത്തരം ജാഉ എന്നതും അക്കലു എന്നതാണ് ഇവിടെ യോജിച്ചത്. ഇനി നമുക്ക് അർത്ഥം നോക്കാം, അപ്പൊ കറക്റ്റ് ഉത്തരം കിട്ടും. അൽ അത്ഫാലു കുട്ടികൾ, അൽ അസ്മാറ ഫ്രൂട്ട്സിനെ എന്താക്കുന്നു? ജാഉ എന്ന് പറഞ്ഞാൽ അവർ വന്നു എന്ന്. അപ്പൊ അതല്ല. അക്കലു എന്ന് പറഞ്ഞാലോ അവർ തിന്നു എന്ന്, അവർ ഭക്ഷിച്ചു എന്ന്. അപ്പോ അൽ അത്ഫാലു അക്കലു കുട്ടികൾ അവർ ഭക്ഷിച്ചു, അൽ അസ്മാറ ഫ്രൂട്ട്സ് കുട്ടികൾ പഴങ്ങൾ ഭക്ഷിച്ചു. അടുത്തത് അൽ ബിന്തു പെൺകുട്ടി, ബാബൽ ബൈത്തി വീടിന്റെ വാതിൽ എന്താക്കി എന്നാണ്. അപ്പൊ ഒരു പെൺകുട്ടി എന്ന് ഒരാള് മാത്രാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു താ സുക്കൂനുള്ള താ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ സുക്കൂനുള്ള താ ഇത് രണ്ടും മാത്രമാണ്. ഫതഹത്ത് നളറത്ത് ഇത് രണ്ടിനാണ് കണ്ടോ അവിടെ സുക്കൂനുള്ള താ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ശരി. ഇനി അർത്ഥം നോക്കാം. നളറത്ത് എന്ന് പറഞ്ഞാൽ അവൾ നോക്കി എന്ന, ഫതഹത്ത് എന്ന് പറഞ്ഞാൽ അവൾ തുറന്നു എന്ന. അപ്പൊ വീടിന്റെ വാതിൽ പെൺകുട്ടി എന്താക്കുക? തുറന്നു എന്നല്ലേ. അപ്പൊ അൽ ബിന്തു ഫതഹത് ബാബൽ ബൈത്തി പെൺകുട്ടി വീടിന്റെ വാതിൽ തുറന്നു. അടുത്തത് അൽ ഉഖ്താനി രണ്ട് സഹോദരിമാർ, ജദ്ദതുഹുമ അവർ രണ്ടുപേരുടെയും വല്യമ്മയെ എന്താക്കി നോക്കാം. ഈ രണ്ടുപേരെന്നാണല്ലോ. ഉഖ്താനി പറയുമ്പോ രണ്ടാളുകളിൽ, അപ്പൊ രണ്ടാളുകൾക്കുള്ളതാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ രണ്ടാളുകൾക്കുള്ളത് ഒന്ന് കതബ എന്നതും രണ്ടാമത് നസറത്തോ എന്നുള്ളതാണ്. അപ്പൊ കതബ എന്നുള്ളത് എന്താണ്? ഇവിടെ താ ഇല്ല, അതുകൊണ്ട് ഇത് ആണുങ്ങൾക്കുള്ളതാണ്. നസറത്ത എന്നുള്ളത് ഇവിടെ ഒരു താ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പെൺകുട്ടികൾക്കുള്ളതാണ്. മാത്രമല്ല അർത്ഥം എന്താ? അവർ രണ്ടുപേർ സഹായിച്ചു എന്നാണ് നസറത്ത. അപ്പോ അൽ ഉഖ്താനി രണ്ട് സഹോദരിമാർ, നസറത്ത അവർ രണ്ടുപേർ സഹായിച്ചു, ജദ്ദതുഹുമാ അവരുടെ വല്യമ്മയെ. അടുത്തത് അത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ, കുറേ ആൾക്കാരുണ്ട്. അലൽ മഖ്അദി ബെഞ്ചിന്മേൽ, ബെഞ്ചിന്മേൽ എന്താ ചെയ്യാ? വിദ്യാർത്ഥിനികൾ ഇരിക്കുക അല്ലെ. അപ്പോ അത്വാലിബാത്തു ജലസ്ന അവർ ഇരുന്നു, അലൽ മഖ്അദി ബെഞ്ചിന്മേൽ. അതായത് ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു, ഒരാണ്. ജലസ എന്ന് പറഞ്ഞാലോ അവർ രണ്ടുപേർ ഇരുന്നു, ആണുങ്ങള്. ജലസു അവർ കുറെ ആളുകൾ, ആണുങ്ങൾ ഇരുന്നു. ഇനി ജലസത്ത് അവൾ ഇരുന്നു, ഒരു സ്ത്രീ ഇരുന്നു. ജലസത്ത അവർ രണ്ട് സ്ത്രീകൾ ഇരുന്നു. ജലസ്ന എന്ന് പറഞ്ഞാലോ അവർ കുറെ സ്ത്രീകൾ ഇരുന്നു. അപ്പൊ ആ ത്വാലിബാത്ത് കുറെ സ്ത്രീകൾ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഏറ്റവും യോജിച്ചത് ഏതാ? ജലസ്ന അല്ലെ. അപ്പൊ ആ ത്വാലിബാത്തു ജലസ്ന അലൽ മഖ്അദി. നുലാഹിളു വനഫ്ഹമുൽ ഫിഅലൽ മാളി ലിൽ ഗായിബി, മാളിയായ ഗായിബിനുള്ള ഫിഇലിനെ നമുക്ക് മനസ്സിലാക്കാം, നിരീക്ഷിക്കാം. മുദക്കർ എന്നാൽ ആണ് എന്നാണ്, പുരുഷൻ, ആൺകുട്ടികൾ, പുരുഷന്മാർ, ഇതിനാണ് മുദക്കർ എന്ന് പറയാം. മുഅന്നസ് പറഞ്ഞാലോ സ്ത്രീകൾ അല്ലെ, പെൺകുട്ടികൾ, സ്ത്രീകൾ, ഇതിനൊക്കെയാണ് എന്ത്? മുഅന്നസ് എന്ന് പറയാം. ഇനി മുഫ്രദ് എന്നാൽ ഒരാള് മാത്രം, മുഫ്രദ് പറഞ്ഞാൽ ഒരാള് മാത്രം. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാള് മാത്രം. ജംഅ എന്ന് പറഞ്ഞാല് മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ അതിന് ജംഅ എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോളങ്ങളിൽ വരുന്നതൊക്കെ ഒരാള് മാത്രമാണ്. ഈ കോളങ്ങളിൽ ഇതൊക്കെ രണ്ടാളുകൾ ഉണ്ട്, ഇവിടെയൊക്കെ രണ്ടാളുകളുണ്ട്, ഇവിടെയൊക്കെ മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതിനാണ് ജംഅ എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് ഈ കോളങ്ങളിലതൊക്കെ ആണുങ്ങളാണ്, ഇവിടെയൊക്കെ ആണുങ്ങളാണ്. ഈ കോളത്തിലുള്ളതൊക്കെ സ്ത്രീകളാണ്. കണ്ടോ, ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇനിയാണ് നമ്മൾ പഠിക്കുന്നത്
ഫഅല എന്ന ഫിഇലിനെ സർഫാക്കി പഠിക്കാണ്. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅല അവ രണ്ടുപേർ പ്രവർത്തിച്ചു. അപ്പൊ രണ്ടാളുകൾ ഉണ്ടെങ്കിൽ എന്താക്കണം? അതിന് മുസന്ന എന്ന് പറയും അല്ലെ. ഫഅല ഒരു അലിഫിനെ കൂട്ടിക്കാണ്ട് ഫഅല എന്നാക്കണം. മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലോ ഫഅലു എന്നാക്കണം. ഇനി ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളാണെങ്കിലോ ഈ ഫഅല എന്നുള്ളത് എന്ത് മാറ്റണ്ടാവും? ഒരു സുക്കൂനുള്ള താഇനെ ചേർത്ത് ഫഅലത്. രണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഫഅലത, കുറെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഫഅൽന. അതായത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോ ഒരാൺകുട്ടി ഇരുന്നാൽ ജലസ, രണ്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ജലസ. ഇതേപോലെയാണ് ഫഅല ഫഅല, ജലസ ജലസ, ഒരേപോലെയല്ലേ വരുന്നത്. ഫഅലു, ജലസു. ഇനി ജലസത്ത്, ഫഅലത്ത്, ഫഅലത, ജലസത, ജലസ്ന, ഫഅൽന. അതായത് നമ്മൾ ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത, ഫഅൽന എന്ന് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഫെയിലുകൾ, ഇപ്പോ അസമ അസമ അസമു, അസമത്ത അസമത്ത അസംന അല്ലെ. ദഹബ ദഹബ ദഹബു, ദഹബത്ത് ദഹബത ദഹബന. ദറസ ദറസ ദറസു, ദറസത്ത് ദറസത ദറസ്ന. കതബ കതബ കതബു, കതബത്ത് കതബത കതബ്ന. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 എണ്ണാണ് നമ്മൾ പഠിച്ചത്. 6 എണ്ണം. അതിൽ ആദ്യം പറഞ്ഞത് മുഫ്രദാണ്, ഒരാൾ മാത്രമാണ് ആണുങ്ങൾക്കുള്ളതാണ്. ആദ്യത്തെ 3 എണ്ണം ആണുങ്ങൾക്കുള്ളതും പിന്നെയുള്ള 3 എണ്ണം സ്ത്രീകൾക്കുള്ളതാണ് അല്ലെ. അപ്പൊ ആദ്യത്തേത് ഒരാൾ മാത്രമാകുമ്പോ, രണ്ടാമത്തത് രണ്ടാളുകളാകുമ്പോ, മൂന്നാമത്തത് മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകളുള്ളത്. നാലാമത്തത് എന്താണ്? നാലാമത്തെ പറഞ്ഞാല് ഫഅല ഫഅല ഫഅലു ഫഅലത്ത്, നാലാമത്തെ ഉണ്ടല്ലോ, അത് സ്ത്രീകൾക്കുള്ളതാണ് ഒരാൾ മാത്രമാകുമ്പോ. അഞ്ചാമത്തെ 2 സ്ത്രീകളാകുമ്പോ, ആറാമത്തെ കുറെ സ്ത്രീകളാകുമ്പോ. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ ദറസ അവൻ പഠിച്ചു, ഒരാൾ മാത്രം, ഒരു ആൺകുട്ടി. ഇനി ഒരു പെൺകുട്ടി പഠിച്ചു എങ്ങനെ പറയാ? ദറസത്ത്. ഫാത്തിമ പഠിച്ചു എങ്ങനെ പറയാ? ദറസത്തു ഫാത്തിമ. മുഹമ്മദ് പഠിച്ചു എന്നുള്ളതോ ദറസ മുഹമ്മദ് അല്ലെ. ഇനി പഠിച്ചത് 2 ആൾക്കാരുണ്ട്, ആദിലുണ്ട് മുഹമ്മദുണ്ട്. അപ്പൊ ആദിലും മുഹമ്മദും ദറസ, രണ്ടാളുകളുടെ എന്ത് വേണം? ഈ ദറസക്ക് എന്തൊരു അലിഫ് കൊടുത്ത് ദറസ എന്നാക്കണം. ഇനി പഠിച്ചത് 2 പെൺകുട്ടികളാണെങ്കിലോ അലിഫിനെയും കൊടുക്കണം താഇനെയും കൊടുക്കണം. അപ്പൊ ദറസത. ഇനി കുറെ പുരുഷന്മാർ അല്ലെങ്കിൽ കുറെ ആൺകുട്ടികൾ അവര് പഠിച്ചു എങ്ങനെയാ പറയാ? അത്തുല്ലാബു, അത്തുല്ലാബു വിദ്യാർത്ഥികൾ അവർ പഠിച്ചു എങ്ങനെയാ പറയാ? അത്തുല്ലാബു ദറസൂ. കുറെ ആൾക്കാരില്ല, അപ്പൊ ദറസൂ എന്നാക്കണം. ഇനി കുറെ ആൾക്കാരൊക്കെ സ്ത്രീകളാണെങ്കിലോ ദറസു എന്നല്ല പറയേണ്ടത്, ദറസ്ന. അപ്പോ ദറസ ദറസ ദറസു, ദറസത്ത് ദറസത ദറസ്ന, ഫതഹ ഫതഹ ഫതഹു, ഫതഹത്ത് ഫതഹത ഫതഹ്ന, ജലസ ജലസ ജലസു, ജലസത്ത് ജലസത ജലസ്ന, കതബ കതബ കതബു, കതബത്ത് കതബത കതബ്ന. ഒക്കെ ഒരേപോലെയാണ് വരിക. നുറത്തിബുൽ കലിമാത്തി ഹത്താ തകൂന ജുംലതൻ. ഇവിടെയുള്ള കെലിമത്തുകളൊക്കെ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കണം. അങ്ങനെ ഒരു സെന്റൻസ് ആക്കണം. ദഹബു ഇലാ മക്ക അൽ മുസ്ലിമൂന. ഇത് ക്രമത്തിൽ എഴുതാനാണ്. ദഹബു എന്ന് പറഞ്ഞാൽ അവർ പോയി, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, മക്ക എന്ന് പറഞ്ഞാൽ മക്കേന്, അൽ മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ. ഇത് ക്രമത്തിൽ എഴുതാനാണ്. ആരാണ് മക്കയിലേക്ക് പോയത്? മുസ്ലിമീങ്ങളാണ്. അപ്പോ അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ, ദഹബു അവർ പോയി, ഇലാ മക്ക മക്കയിലേക്ക്, മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോയി. അൽ ബനാത്തു പെൺകുട്ടികൾ, തവല്ലഇന അവർ വുളൂ ചെയ്തു, ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ, അവർ അല്ലെ, അവർ പറഞ്ഞാല് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ. ഇത് ക്രമത്തിലാക്കാനാണ്. അൽ ബനാത്തു പെൺകുട്ടികൾ, ഹുന്ന അവർ, തവല്ലഇന വുളൂ ചെയ്തു. നുഅരിബു നമുക്ക് അറബിയിലാക്കാം. അടുത്തത് അറബിയിൽ എഴുതാനാണ്. അവൻ ചായ കുടിച്ചു. എങ്ങനെ അറബിയിൽ പറയാം? ഷെരിബ ഷായ. ഷെരിബ എന്ന് പറഞ്ഞാൽ അവൻ കുടിച്ചു, അഷായ ചായ. അപ്പൊ ഷെരിബ ഷായ, അവൻ ചായ കുടിച്ചു. അടുത്തത് അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. എങ്ങനെ പറയാം? എന്താ 2 പെൺകുട്ടികൾക്ക് പറയാം? ഒരു പെൺകുട്ടിക്ക് ബിൻതുൻ, 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ബിൻതാനി അല്ലെ. അൽ ബിൻതാനി 2 പെൺകുട്ടികൾ. ഇനി 2 പേർ പോയിന്ന, അപ്പോ
അലിഫ് ചേർക്കണം, പെണ്ണാണെങ്കിൽ താവും ചേർക്കണം. അപ്പൊ ദഹബ എന്നുള്ളേക്ക് ഒരു തായിനെയും അലിഫിനെയും ചേർത്ത് ദഹബതാ. എവിടേക്ക്? ഇലൽ മദ്റസത്തി, മദ്റസയിലേക്ക്. നക്തുബുൽ മുളാരി, നമുക്ക് മുളാരി എഴുതാനാണ്. മുളാരിനെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് മുളാരി അല്ലെ? ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും നടക്കാൻ പോകുന്ന കാര്യവും. ഈ പാഠത്തിൽ നമ്മൾ മാദിയെ കുറിച്ചാ പഠിച്ചത്. എന്താ മാദി പറഞ്ഞാല്? നടന്നു കഴിഞ്ഞ കാര്യം. പോയി എന്നുള്ളത് എന്താണ്? അത് കഴിഞ്ഞതാണ്. അവൻ പോയി എന്ന് പറയുമ്പോൾ അവൻ ഇപ്പൊ പോവില്ല, അവൻ എന്നോ പോയതാണ്, അല്ലെങ്കിൽ ഇന്നലെ പോയതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് മാദി എന്ന് പറയാം. മുളാരി എന്ന് പറഞ്ഞാലോ അവൻ പോകുന്നു, അവൻ പോകും. ഇപ്പൊ അവൻ പോവുകയാണെങ്കിൽ എന്താ പറയാ? പോകുന്നു എന്ന് പറയും. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നതിലോ പോകുന്നു പറയും. അങ്ങനെ മുളാരിക്ക് രണ്ടർത്ഥമുണ്ട്: പോകുന്നു, പോകും. അല്ലെ? മാദിക്ക് ഒരർത്ഥം, കഴിഞ്ഞു പോയ കാലത്തിന്റെ ഒരർത്ഥം. നമുക്ക് ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം മാദി. അസമ, അവൻ തീരുമാനിച്ചു. അവൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇനി അവൻ തീരുമാനിക്കുന്നു, അവൻ തീരുമാനിക്കും. അതായിരിക്കും മുളാരിന്റെ അർത്ഥം. മുളാരിക്ക് രണ്ടർത്ഥം ഉണ്ടല്ലോ. അവൻ തീരുമാനിക്കുന്നു, അവൻ തീരുമാനിക്കും എന്നതിനെന്താ പറയാ? യഅ്സിമു. അടുത്തത് ഗസല, അവൻ കഴുകി. അല്ലെ? ഇപ്പൊ കൈ കാണുമല്ല, അവൻ കഴുകി. ഇനി അവൻ കഴുകുന്നു, അവൻ കഴുകും. എന്താ പറയാ? യഗ്സിലു. അടുത്തത് ദഹബ, അവൻ പോയി. ഇനി അവൻ പോകുന്നു, അവൻ പോകും എന്നതിന് എന്താ പറയാ? യദ്ഹബു. അടുത്തത് കനസ, അവൻ അടിച്ചു വാരി. ഇനി അവൻ അടിച്ചു വാരുന്നു, അടിച്ചു വാരും എന്നതിനെന്താ പറയാ? യകുനുസു. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ വരുന്നതൊക്കെ മാദി ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ വരുന്നതൊക്കെ മുളാരി ആയിരിക്കും. ശ്രദ്ധിക്കാം, ഇതിന്റെ അർത്ഥവും ശ്രദ്ധിക്കാം. അടുത്തത് ജാ, അവൻ വന്നു. ഇനി അവൻ വരുന്നു, അവൻ വരും എന്നതിനോ? യജീഉ. അടുത്തത് ജലസ, അവൻ ഇരുന്നു. ഇനി അവൻ ഇരിക്കുന്നു, അവൻ ഇരിക്കും എന്നതിന് യജിലിസു. അടുത്തത് സ്വനഅ, അവൻ ഉണ്ടാക്കി. ഇനി അവൻ ഉണ്ടാക്കുന്നു, അവൻ ഉണ്ടാക്കും എന്നതിന് യസ്നഉ. അടുത്തത് ബദഅ, അവൻ തുടങ്ങി. ഇനി അവൻ തുടങ്ങുന്നു, അവൻ തുടങ്ങും എന്നതിന് യബ്ദഉ. അടുത്തത് സ്വല്ല, അവൻ നിസ്കരിച്ചു. ഇനി അവൻ നിസ്കരിക്കുന്നു, അവൻ നിസ്കരിക്കും എന്നതിന് യുസല്ലി. നുലാഹിളു, നമുക്ക് നിരീക്ഷിക്കാം. അൽ ജംഅ വൽ മുഫ്രദ, മുഫ്രദിനെയും ജംഇനെയും നമുക്ക് നിരീക്ഷിക്കാം. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൂടെ പഠിച്ചതാണ് എന്താണ് ജംഅ്, എന്താണ് മുഫ്രദ്. ഒറ്റൊന്ന് മാത്രം ഒരു വസ്തു ആണെങ്കിൽ അതിന് മുഫ്രദ് എന്ന് പറയും. കുറെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് ജംഅ് എന്ന് പറയും. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാം. ഇവിടെ ആദ്യം ജംഅ ആണ് പറയുന്നത്. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ ആദ്യം മുഫ്രദ് പറഞ്ഞു, പിന്നെ ജംഅ പറഞ്ഞിരുന്നത്. ഇവിടെ ആദ്യം ജംഅ പറയുന്നു, എന്നിട്ട് മുഫ്രദ് പറയുന്നു. നോക്കാം. അയ്യാമുൻ, ദിവസങ്ങൾ, ദിവസങ്ങൾ. ഇനി ഒരു ദിവസം എന്നല്ല എന്താ പറയാ? യൗമുൻ. അതാണ്, കണ്ടോ? ജംഅ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും, മൂന്നിൽ കൂടുതൽ ഉണ്ടാവും. എന്നാൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു ദിവസം. എന്നാൽ അയ്യാമ് എന്ന് പറഞ്ഞാലോ ദിവസങ്ങൾ. അടുത്തത് ഇഖ്വത്തുൻ, സഹോദരന്മാർ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇഖ്വത്തുൻ. ഇനി ഒരു സഹോദരൻ എന്താ പറയാ? അഖുൻ, സഹോദരൻ. അടുത്തത് അവാനിൻ, പാത്രങ്ങൾ. ഒരുപാട് പാത്രങ്ങൾക്കാണ് അവാനിൻ, പാത്രങ്ങൾ എന്ന് പറയാം. ഇനി ഒറ്റ പാത്രത്തിന് എന്താ പറയാ? ആനിയത്തുൻ, പാത്രം. അടുത്തത് അഅ്വാഉൻ, അംഗങ്ങൾ, അല്ലെ? അംഗങ്ങൾ. ഇനി അംഗം എന്നുള്ളതിന് എന്താ പറയാ? ഉളുവുൻ. അടുത്തത് ബുയൂത്തുൻ, വീടുകൾ. കുറേ വീടുകളുണ്ട്, അല്ലെങ്കിൽ 3 വീടുകൾ, അല്ലെങ്കിൽ 3-ൽ കൂടുതൽ വീടുകൾ. അതിനാണ് ബുയൂത്തുൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വീടുള്ളൂ, അതിനെന്താ പറയാ? ബൈത്തുൻ, വീട്. അടുത്തത് ഖുറഫുൻ, റൂമുകൾ, മുറികൾ, അല്ലെ? കുറേ റൂമുകൾ, അതിനാണ് എന്താ പറയാ? ഖുറഫുൻ. ഇനി ഒറ്റ റൂമിന് എന്താ പറയാ? ഗുർഫത്തുൻ.
നഖറഉ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് പാരായണം ചെയ്യാം. വനക്തശിഫു മിൻഹു, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം അൽ ഫിഅലൽ മാദിയ, മാദിയായ ഫിഅലിനെ. വനഖുത്തു തഹ്തഹ, എന്നിട്ട് ആ മാദിയായ ഫിഅലിന്റെ താഴെ നമുക്ക് വരയിടാം. ഇവിടെ മാദിയായ ഫിഅലുകൾക്കാണ് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ ഏതാണ് മാദിയായ ഫിഅല്? ഫഅല എന്നുള്ളതാണ്. രണ്ടാമത്തതിലോ തബ്ബത്ത്, അതേപോലെ തബ്ബ, ഇത് രണ്ടും മാദിയായ ഫിഅലാണ്. ഇവിടെ കാന, ഇവിടെയോ ഫസദത, ഇതൊക്കെയാണ് ഇവിടെ മാദിയായ ഫിഅലുകൾ. ഇനി ഈ സൂറത്തുകളിൽ ഏതൊക്കെയാണ് മാദിയായ ഫിഅലുകൾ? ഏതാണ്? ഒന്ന് ജാഅ, അല്ലെ, വന്നു, നമ്മൾ പഠിച്ചല്ലോ ജാഅ എന്നുള്ളത്. ഇവിടെയോ ആമനു, ആമിലു, ഖത്തഅന, ഖുൽന, ഇതൊക്കെയാണ് ഇവിടെ ഈ ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങളാണ് മാദിയായ ഫിഅലുകൾ.